ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. പിന്നെ 5 മണി മുതൽ ഒരു 7:30 വരെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. 7:45 മൂപ്പര് അവിടെ നിന്ന് പോയിരുന്നത്. ഏകദേശം ഒരു അരമണിക്കൂർ തികച്ചായിട്ടില്ല. മൂപ്പര് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അരമണിക്കൂർ പോലും ആയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. പിന്നെ ഇവരെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്, ഇവിടെ ആന കരയുന്നുണ്ട്, നിങ്ങളൊന്ന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളിവിടെ എത്തുന്നത്. ഫുൾ തെരഞ്ഞു, താഴെന്ന് മുതൽ മോള് വരെ തെരഞ്ഞു. ഇവർ കംപ്ലീറ്റ് തെരഞ്ഞു. പിന്നെ ഇവർ വണ്ടി എടുത്ത് ഈ മുകളിലേക്ക് വരുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ വന്ന് എടുത്തു. 4 മണിക്കൊക്കെ ആന നമ്മൾ വെള്ളക്കുഴിൻ്റെ അടുത്താണ്, പൈപ്പിൻ്റെ അടുത്ത്. അപ്പോൾ ഇവിടെ ഞാൻ പൈപ്പിൽ വെള്ളമില്ല, കയറിപ്പോയി നോക്കുമ്പോൾ ആന നിൽക്കുന്നത് വെള്ളക്കുഴിൻ്റെ അടുത്ത്. നമ്മളിവിടെ തന്നെ താമസക്കാരല്ലേ, അത് നമ്മൾ മാത്രമല്ല, ഇവിടെ പുറത്ത് എത്ര ആൾക്കാർ താമസിക്കുന്നത്. ഈ കുന്നിറങ്ങിയ നേരെ പോകുന്നത് താഴോട്ടേക്കാണ്, അതും ജനവാസമാണ്. നമ്മൾ ഈ താഴ്ഭാഗത്തും ജനവാസമാണ്. ഈ എല്ലാ ഭാഗത്തും ഇങ്ങനെ ആൾക്കാർ താമസിക്കുമ്പോൾ ഈ കുന്നിൽ ഇറങ്ങുന്നതൊക്കെ ഇങ്ങോട്ടേക്ക് തന്നെയാണ്. ഇത് വേറെ എങ്ങോട്ട് പോകുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒരു സുരക്ഷ ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഒരു നടപടി എടുക്കട്ടെ. അത് എന്തെങ്കിലും ഒരു ചെയ്തിട്ട് ആനേനെ ഒരു ഫെൻസിങ്ങോ അല്ലെങ്കിൽ ഒരു കടങ്കിലോ മറ്റെന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് അവരതിൽ തിരിച്ചു വിടട്ടെ. ഫോറസ്റ്റിൻ്റെ റൈറ്റ് അതല്ലേ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടുന്ന് ആനേനെ ആട്ടിക്കയറ്റിയിട്ടുണ്ടെങ്കിൽ കോളനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കൂല. പിന്നെ എന്താ അവരെന്താ പറയുക, അത് കോളനിക്കാരൻ നോക്കിക്കോളും. നമ്മൾ കോളനിക്കാരെന്താ മനുഷ്യനല്ല.